അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഷാഫി പറമ്പിലിനെതിരെയുള്ള ആക്രമണത്തിൽ ഇനി നടക്കാൻ പോകുന്നത്. കേരള പോലീസിനെ ഉപയോഗിച്ച് എല്ലാവരെയും അങ്ങനെ തല്ലിക്കൊല്ലാമെന്നായിരുന്നു പിണറായി വിജയനും CPM-ഉം ധരിച്ചിരുന്നത് എങ്കിൽ ഷാഫി പറമ്പിൽ MP-യെ തൊട്ടതോടുകൂടി പണി പാളിയിരിക്കുന്നു. തല്ലിക്കൊല്ലാറാക്കിയിട്ടും ഒരു കേസ് പോലും എടുക്കാതെ നടക്കുകയായിരുന്ന കേരള പോലീസിന് 8ന്റെ പണിയാണ് വരാൻ പോകുന്നത്. അതായത് പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റ സംഭവത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു. സംഭവത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇനി അതിലും കള്ളത്തരം എഴുതി വെച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് ഭാവമെങ്കിൽ പാർലമെന്റ് നേരിട്ടിറങ്ങും. നമുക്കറിയാം, കോഴിക്കോട് പേരാമ്പ്രയിൽ UDF പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റത്. ആ വിഷയത്തിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലേക്കാണ് താൻ പോയത് എന്നും അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ പോലീസ് ഇടപെട്ട് ആ പ്രശ്നം സന്ദർഭം വഷളാക്കുകയായിരുന്നു എന്നും ഷാഫി അറിയിച്ച സ്ഥിതിക്ക് പോലീസിൻ്റെ നീക്കങ്ങളും ലോക്സഭ ഒപ്പിയെടുക്കാൻ പോവുകയാണ്. പേരാമ്പ്ര DYSP-ആയ N സുനിൽകുമാർ, വടകര DYSP ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസുകാർ തന്നെ മർദ്ദിച്ചതെന്നും റൂറൽ SP ഇക്കാര്യം സമ്മതിച്ചതിനാൽ ഇക്കാര്യത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു ഷാഫിയും അതുപോലെ കോൺഗ്രസ് നേതൃത്വവും നൽകിയ പരാതിയിലെ ആവശ്യം. ഈ പറയുന്ന DYSP-മാർ തന്നെ നേതൃത്വം നൽകിയ വധശ്രമത്തിന് അവർ ഉപയോഗിച്ചത് അഭിലാഷ് ഡേവിഡ് എന്ന ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥനെയാണെന്ന് ഷാഫി തന്നെ തെളിവ് സഹിതം പുറത്തുവിട്ടതാണ്. എന്നിട്ടും അതിൽ കേസെടുക്കാൻ മനസ്സ് കാണിക്കാത്ത കേരള പോലീസിന് മുകളിൽ നിന്നും പണി വരുമ്പോൾ അവർ പഠിച്ചോളും. DYSP-മാരെ കൂടാതെ റൂറൽ SP ബൈജുവിനെതിരെയും പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. മാത്രമല്ല, ആ ബൈജുവിനെതിരെ രാജ്യത്തിൻ്റെ അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ KC വേണുഗോപാൽ MP പരസ്യമായി താക്കീത് നൽകിയിട്ടുമുണ്ട്. അദ്ദേഹം തന്നെ ലോക്സഭാ സ്പീക്കറെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്ത് ഇങ്ങനെയും കാട്ടാളന്മാരായ പോലീസുകാരുണ്ടോ എന്നുള്ള സംശയമാണ് ലോക്സഭയ്ക്ക് തന്നെ അത്ഭുതമായിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഒരു പാർലമെന്റ് അംഗത്തെ പട്ടിയെപ്പോലെ തല്ലിയിട്ടും ചോദിക്കാൻ കഴിയാത്ത പോലീസിനോട് കാര്യങ്ങൾ ചോദിക്കാൻ മാത്രമല്ല പൊക്കി അകത്തിടാൻ കൂടിയാണ് ലോക്സഭയുടെ നീക്കം എന്നാണ് മനസ്സിലാകുന്നത്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അതിന് കൂടുതൽ സമയവും വേണ്ട. വെറും 15 ദിവസമാണ് ലോക്സഭ നൽകിയിരിക്കുന്നത്.